തനിക്കെതിരെയുള്ള പീഡനാരോപണത്തിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള ഗൂഢാലോചനയും സംശയിച്ച് നടൻ നിവിൻ പോളി. സിനിമാ മേഖലയിൽ നിന്നുള്ള നീക്കവും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നിവിൻ പോളി ക്രൈംബ്രാഞ്ച് ADGPക്ക് പരാതി നൽകി. സലിം മലിക് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സലിം, ഈ നിവിന്റെ പരാതിയിൽ പറയുന്നത് എന്തൊക്കെയാണ്? വേണു, നിവിൻ പോളിക്കെതിരായ പീഡന പരാതിയിൽ ആ പരാതി വന്ന വഴി അത് സിനിമാ മേഖലയിൽ നിന്ന് തന്നെയാണ് എന്ന സംശയത്തിലാണ് നിവിൻ പോളി ഉള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ADGPക്ക് നിവിൻ പോളി പരാതി നൽകിയിട്ടുണ്ട്. അതിൽ പരാതിയിൽ പറയുന്നത് തനിക്കെതിരായ പരാതി കെട്ടിച്ചമച്ചതാണ്. ആ പരാതി വന്ന വഴി അന്വേഷിക്കണം, മാത്രമല്ല അതിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള പങ്ക് കൂടി അന്വേഷിക്കണം എന്നുള്ളതാണ് നിവിൻ പോളി പരാതിയിൽ പറയുന്നത്. മാത്രമല്ല താൻ നിരപരാധിയാണ് എന്നുകൂടി ആ പരാതിയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ സിനിമാ മേഖലയിൽ നിലവിലുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ വിവാദങ്ങളിൽ ഈ ആരോപണങ്ങൾ പല പ്രധാനപ്പെട്ട ആളുകൾക്കുമെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങളെല്ലാം കള്ളമാണെന്ന് വരുത്തി തീർക്കാൻ മറ്റൊരു വ്യാജ ആരോപണം ഉയർത്തിയതാണോ എന്നുൾപ്പെടെ നിവിൻ പോളി സംശയിക്കുന്നുണ്ട്. മാത്രമല്ല അതല്ലെങ്കിൽ സിനിമാ മേഖലയിലെ മുഴുവൻ ആളുകളെയും മോശക്കാരാക്കി ചിത്രീകരിക്കാൻ പ്രത്യേക വിഭാഗം സിനിമയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിവിൻ പോളി പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം വേണം, ആ പരാതിക്കാരിയെ ചോദ്യം ചെയ്യണം, പരാതി വന്ന വഴി അന്വേഷിക്കണം എന്ന് പറയുന്നുണ്ട്. അതിൽ ഈ സംഭവം നടന്നു എന്ന് പരാതിക്കാരി പറഞ്ഞ തീയതിയിലെ പാസ്പോർട്ട് വിവരങ്ങൾ, താൻ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നത് ഉൾപ്പെടെയുള്ള പാസ്പോർട്ട് വിവരങ്ങളും തൻ്റെ ടവർ ലൊക്കേഷനും ഉൾപ്പെടെ ഈ അന്വേഷണ സംഘത്തിനും നിവിൻ പോളി കൈമാറിയിട്ടുണ്ട്. വേണു, ശരി. സലിം മലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.